വൃത്രാസുര ചരിതം എന്ന് പറയും. അതും ഗംഭീരമാണ്. അതായത് പണ്ട് ഇന്ദ്രൻ, അദ്ദേഹത്തിന്റെ ചാനലായിരുന്നു. നമുക്കൊക്കെ ഒരുപാട് ചാനലുണ്ട്, ഏഷ്യാനെറ്റ്, മറ്റ് ചാനൽ ഒരുപാട്. ഇന്ദ്രന് 4 ചാനലേ ഉള്ളൂ. അതാണ് ഉർവശി ചാനൽ, മേനക ചാനൽ, രംഭ ചാനൽ, പിന്നെ ആരാണ്? ഫിലോമിനിയ. പുതിയ ചാനൽ നിങ്ങൾ എന്തിനാ ഉണ്ടാക്കുന്നത്? തിലോത്തമ. അപ്പൊ നിങ്ങൾക്കറിയാം ഏതൊക്കെ ചാനൽ എന്ന്. അപ്പൊ ഇന്ദ്രൻ ഒരിക്കലും ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് ഡാൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ചാനൽ നോക്കി വായി പൊളിച്ചിരിക്കുകയാണ് ഇന്ദ്രൻ. അപ്പോഴാണ് ബൃഹസ്പതി, ഗുരു കയറി വരുന്നത്. അപ്പൊ ബൃഹസ്പതിയെ കണ്ടതും ഇന്ദ്രനൊരു വല്ലാത്ത ചൊറി. ഈ മനുഷ്യൻ ഇപ്പോഴെന്തിനാ കയറി വന്നിരിക്കുന്നത്? ഒരു ഡാൻസ് കാണുന്നിടത്താണ് ഈ മനുഷ്യന്റെ ഒരു ഉപദേശം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു വല്ലാത്ത മനസ്സോടെ ആ ഗുരുവിനെ നോക്കിയപ്പോൾ, ഗുരു പെരുമ്പാവൂരുകാരനായിരുന്നു. ഗുരുവിന് പിടികിട്ടി ഇവന് ഞാൻ വന്നതൊട്ടും പിടിച്ചിട്ടില്ല. കാരണം ഇവനിങ്ങനെ ഇങ്ങനെ ഒരു രസത്തിലിരിക്കുകയാണ് ഡാൻസും കണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുന്നത് ശരിയല്ല. പെരുമ്പാവൂരുകാർക്ക് അങ്ങനെ പെട്ടെന്ന് കാര്യം പിടികിട്ടും. അത് കണ്ടതും ഗുരു അപ്പിറങ്ങിപ്പോയി. ഗുരു പോയപ്പോഴാണ് ഇന്ദ്രന്റെ കുരു ഇളകിയത്. ഇന്ദ്രന് മനസ്സിലായി, ഗുരു പോയാൽ പിന്നെ തിരിച്ചു വരുന്ന ഗുരു അല്ല. അപ്പൊ എങ്ങാനും ഗുരു തിരിച്ചു വന്നില്ലെങ്കിൽ ഗുരു ഇവിടെ ഇല്ല എന്ന് മനസ്സിലാക്കി അസുരന്മാര് യുദ്ധത്തിന് വന്നാൽ യുദ്ധതന്ത്രങ്ങൾ പറഞ്ഞു തരാൻ ആരുണ്ടാവില്ല. ഇതങ്ങോട്ട് വന്നതും ചാനൽ ഓഫ് ചെയ്ത് ഇന്ദ്രൻ ഓടി. എങ്ങോട്ട്? ഗുരുവിനെ അന്വേഷിച്ചു. ഗുരുവിനെ എവിടെയാ കാണുന്നത്? ഗുരുവിന്റെ വീട്ടിൽ ചെന്നു. ആ ഗുരുഭക്തി പറഞ്ഞു, നിന്റെ അടുത്തേക്ക് പുറപ്പെട്ടുവല്ലോ അദ്ദേഹം, എന്നിട്ട് അവിടെ ഇല്ലേ എന്ന് പറഞ്ഞു. അവിടെ വന്നു, പക്ഷെ കാണുന്നതിന് മുമ്പ് ആള് പോയി എന്ന്. കയ്യിലിരിപ്പോണ്ടാ പോയതെന്ന് പറഞ്ഞില്ല. അപ്പൊ ഗുരുവിന്റെ പത്നി പറഞ്ഞു, നിന്റെ പ്രവൃത്തി കൊണ്ടായിരിക്കും ഗുരു പോയിട്ടുണ്ടാവുക. എന്തായാലും അദ്ദേഹം ഇവിടെ വന്നില്ല, കണ്ടുപിടിക്കൂ ഇന്ദ്ര. ഇന്ദ്രൻ ഇനി പേപ്പറിലൊന്നും കൊടുക്കാൻ ബാക്കിയില്ല. കണ്ടവരുണ്ടെങ്കിൽ അടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം, ആളെ കാണാതായിട്ട് കുറച്ച് ദിവസമായി ഒക്കെ പറഞ്ഞ് കാണാനില്ലാത്ത കൊടുത്തു. ഗുരുവിനെ കാണാനില്ല. അവസാനം ഇന്ദ്രൻ ഇനിയിപ്പോ ഗുരുവിനെ കിട്ടില്ല എന്ന് കണ്ടപ്പം ടെമ്പററി പോസ്റ്റിലേക്ക് ഒരാളെ അപ്പോയിന്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഈ ആദ്യത്തെ ഇപ്പൊ അങ്ങനെ ഉണ്ടല്ലോ, PSC കിട്ടുന്നത് വരെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എന്നുള്ളത് ഇല്ലേ, അതാദ്യം തുടങ്ങിയത് ഇന്ദ്രനാ. ഇപ്പൊ ഗുരുവിനെ തൽക്കാലം ടെമ്പററി ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ ഒരു ഗുരുവിന്റെ അപ്ലിക്കേഷൻ വിളിച്ചു. ആരെങ്കിലും ഒരാള് ഗുരുസ്ഥാനത്ത് വരണം. അങ്ങനെ ഒരാള് ഗുരുവായി വന്നു. അദ്ദേഹത്തിന്റെ പേരായിരുന്നു വിശ്വരൂപൻ. ആരാണ് ഈ വിശ്വരൂപൻ? ഗുരുവായി വന്ന് അപ്പം എല്ലാം അറിയാം, യജ്ഞങ്ങളും യാഗങ്ങളും ഹോമങ്ങളും ഒക്കെ അറിയാം. ഇന്ദ്രനെ പേടി. ഈ ബൃഹസ്പതി പോയി, ഈ മനുഷ്യന് വല്ല വിവരം ഉണ്ടോ? അദ്ദേഹം എന്നെ സഹായിക്കുമോ? അപ്പൊ ഇന്ദ്രന്റെ ഉള്ളിൽ ചില ഉത്കണ്ഠകൾ കണ്ടപ്പോൾ ആ ഇന്ദ്രന്റെ ഉള്ളിലുള്ള ഉത്കണ്ഠകൾ, ഭയം മാറ്റാൻ വിശ്വരൂപൻ ഇന്ദ്രന് ഉപദേശിക്കുന്ന ഒരു നല്ല ഗംഭീരമായ മന്ത്രസംഹിതയുണ്ട് ഭാഗവതത്തിൽ. അതിനെ പറയും നാരായണ കവചം. എന്താ പറയാ? 6-ാം സ്കന്ധത്തിൽ 8-ാം അധ്യായത്തില് നാരായണ കവചം സുന്ദരമായി വർണ്ണിച്ചിരിക്കുന്നു. എന്ന് വെച്ചിട്ട് നിങ്ങൾ അതെന്നെ വായിക്കണം എന്നൊന്നുമില്ലേ, ഉള്ളത് പറയാലോ. നമ്മൾ അതിന്റെ ഒരു സന്ദേശം എടുത്താൽ മതി, ഒരു എസൻസ് എടുത്താൽ മതി. കവചം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഒരു കവചം സൃഷ്ടിക്കുകയാണ്, സുദർശന ചക്ര കവചം. കവചം എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ചെയ്യുന്ന, പ്രൊട്ടക്റ്റിംഗ് ഫീൽഡാണ്. അപ്പൊ ഈ നാമജപം ഒരു കവചമാണ്. ശ്രദ്ധിക്കണം, അതിനൊരു സയൻസ് മനസ്സിലാക്കണം നിങ്ങൾ. നാമം ജപിക്കുമ്പോൾ എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ശബ്ദ തരംഗങ്ങളാണ്. എന്താണ് ഇത്? സയൻസ് ആണ്, സൗണ്ട് വേവ്സ് ആണ് അല്ലേ? ഇപ്പൊ ഞാൻ ഈ പറയുന്നതൊക്കെ ശബ്ദ തരംഗങ്ങളാണ്. ശബ്ദം എപ്പോഴും സഞ്ചരിക്കുക സ്ട്രെയിറ്റ് ലൈനിലല്ല, അതൊരു സർക്കിളിലാണ് അത് സഞ്ചരിക്കുക. അതിന്റെ വൈബ്രേഷൻ നമുക്കറിയാം. എങ്ങനെയാണ്? നിങ്ങൾ ഈ ഇവരെ ഈ ആംപ്ലിഫയറും അതുപോലെ തന്നെ മിക്സറൊക്കെ വെക്കുന്നിടത്ത് കണ്ടിട്ടുണ്ടാവും. LED ഇപ്പൊ ശബ്ദം പറയുന്നതിനനുസരിച്ച് ഇങ്ങനെ
ആ ലൈറ്റുകൾ മുകളിലേക്ക് പോകുന്നു, ലൈറ്റ് താഴോട്ട് പോകുന്നു. ഇപ്പോഴത്തെ പുതിയ പുതിയ സംവിധാനത്തിലൊക്കെ അതുണ്ട് ഇല്ലേ? LED ലൈറ്റിന്റെ ഒരു സൗണ്ടിന്റെ ആ ഒരു വൈബ്രേഷൻ അനുസരിച്ച് ലൈറ്റ് മുകളിലേക്കും പറയൂ അതൊരു സർക്കിൾ ആയിട്ട് പോകും. സൗണ്ട് എപ്പോഴും ഒരു സർക്കിളിലേക്ക്, എപ്പോഴും അത് സർക്കിൾ രൂപത്തിൽ സഞ്ചരിക്കും. അപ്പൊ നിരന്തരം നാമം ചൊല്ലുന്നവരുടെ ചുറ്റും ഒരു കവചം രൂപപ്പെടും. ഈ കവചത്തിന്റെ പേരാണ് നാരായണ കവചം. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ മറ്റൊരാൾക്ക് അത്ര എളുപ്പത്തിൽ തകർക്കാൻ പറ്റില്ല. കാരണം അവരുടെ ഒരു എനർജി ഇതിലൂടെ പാസ് ചെയ്യില്ല. ഇതൊരു പ്രൊട്ടക്ഷൻ ഫീൽഡാവും. അതുകൊണ്ടാണ് പെൺകുട്ടികളൊക്കെ നാമം ജപിക്കണം എന്ന് പറയുന്നത്. സീതാദേവിയിൽ ആ ഒരു കവചമുള്ളത് കൊണ്ടാണ് രാവണന് അടുത്തേക്ക് പോകാൻ പറ്റാത്തത്. ഒരിക്കൽ മാരീചൻ ചോദിക്കുന്നുണ്ട്, എടോ രാവണ, നീ എന്നെ കൊണ്ട് എന്തിനാ ഈ പാപം ചെയ്യിക്കുന്നത്? നിനക്ക് പല വേഷം കിട്ടും അറിയാലോ, പല വേഷം കിട്ടും അറിയില്ലേ? നീ ഒരു കാര്യം ചെയ്യൂ, രാമന്റെ വേഷം കെട്ടി അങ്ങോട്ട് പോയാ പോരെ. രാമൻ ഇല്ലാത്ത സമയത്ത് സീത രാമനാണെന്ന് പറഞ്ഞ് നിന്റെ കൂടെ അങ്ങോട്ട് പോരില്ലേ? അപ്പൊ സീതയെ കൊണ്ടുപോയിക്കൂടെ? അപ്പൊ അതിന് രാവണൻ ഉത്തരം പറഞ്ഞു, നമ്മുടെ രാമായണത്തിൽ ഇല്ല അത്. ഇപ്പൊ രാവണൻ ഉത്തരം പറഞ്ഞെന്തറിയോ? ഞാൻ രാമന്റെ വേഷം കെട്ടുമ്പോ എനിക്ക് സീതയോട് കാമം തോന്നില്ല എന്നാണ്. രാമന്റെ വേഷം കിട്ടിയാൽ എന്റെ ഉള്ളിൽ സീതയോടൊരു കാമചിന്തകളൊന്നും എന്റെ ഉള്ളിൽ ഇല്ല. എനിക്ക് സീതയോട് ബഹുമാനാണ് തോന്നുന്നത്. സീതയോട് സീതയോട് എനിക്ക് ആദരവാണ് തോന്നുന്നത്. ഈ തരത്തിൽ ആ ഒരു കവചം സീതയ്ക്ക് ചുറ്റുമുള്ളത് കൊണ്ട് സീതയെ തകർക്കാൻ രാവണന് സാധിച്ചില്ല. നിങ്ങൾ നോക്കൂ, പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യുന്ന സമയത്ത് പാഞ്ചാലിയുടെ ചുറ്റും വസ്ത്രമൊക്കെ കൂടി എന്നല്ലേ പറയുന്നത്? ആണോ? അങ്ങനെയല്ലേ കഥ പറയാ? വാസ്തവത്തിൽ അത് വസ്ത്ര കവചമല്ല, അത് നാമത്തിന്റെ കവചമായിരുന്നു. അവസാനം എന്ത് സംഭവിച്ചു? തളർത്താൻ വന്ന ദുശാസനൻ തളർന്നു. തളരേണ്ടതായ പാഞ്ചാലി തളർന്നതുമില്ല. നാമത്തിന്റെ ശക്തി അത്രയുമുണ്ട്. ആരോ നമുക്കത് വേണ്ട പോലെ പറഞ്ഞു തരാത്തതുകൊണ്ട് നമ്മൾ നാമത്തിന് അത്ര വലിയ പ്രാധാന്യമൊന്നും കൊടുത്തില്ല. അത്ര ഒരു പ്രാധാന്യം കൊടുത്തിരുന്നുവെങ്കിൽ നാമത്തിലൂടെ കിട്ടുന്ന ഒരു ശക്തിയുടെ മഹത്വം, ശക്തിയുടെ ഒരു ശക്തി, അത് നമ്മുടെ ജീവിതം മാറ്റിമറിക്കുമായിരുന്നു. അതുകൊണ്ട് ഈ നാരായണ കവചമൊക്കെ പറഞ്ഞു കൊടുത്തു. വിശ്വരൂപൻ തൽക്കാലം ഇന്ദ്രൻ ദുഃഖത്തിൽ നിന്നും പേടിയിൽ നിന്നൊക്കെ മാറി. ആ സമയത്ത് മറ്റൊരു സംഭവം ഉണ്ടായി. ഇന്ദ്രന് വേണ്ടി ഡെയിലി ഹോമം ചെയ്യണം വിശ്വരൂപൻ. അപ്പൊ ഹോമകുണ്ടത്തിലേക്ക് നെയ്യ് ഒഴിക്കുമ്പം ഓം ഇന്ദ്രായ സ്വാഹ ഇതന്ന നമ, ഓം വരുണായ സ്വാഹ ഇതന്ന നമ എന്നൊക്കെ പറഞ്ഞ് മന്ത്രം ചൊല്ലി നെയ്യ് ഒഴിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ ഇന്ദ്രന്റെ ശ്രദ്ധ എങ്ങോട്ടോ പോയപ്പം ഓം ശുക്രായ സ്വാഹ ഇതന്ന നമ. ആരാ ശുക്രൻ? ആരാ ശുക്രൻ? അസുരന്മാരുടെ ഗുരു. ഇന്ദ്രൻ നെഞ്ചത്ത് കൈവച്ചു. എന്റെ നെയ്യെടുത്ത് എന്റെ നെഞ്ചത്തന്നെ ഒഴിക്കണല്ലേ? എന്റെ ശത്രുവിന്റെ ഗുരുവിന് നീ അഭിവൃദ്ധി ഉണ്ടാവാൻ വേണ്ടി ഈ ഹോമകുണ്ടത്തിൽ തന്നെ നെയ്യ് ഒഴിക്കണല്ലേ? ഇന്ദ്രന് പിന്നെ കണ്ണും മൂക്കൊന്നും ഉണ്ടായില്ല. എടുത്തു കയ്യില് ആയുധം, കഴുത്തങ്ങോട്ട് വെട്ടി. ഗുരുവാണെന്ന് നോക്കിയില്ലേ, കുരുവായി കണ്ടു. ഒറ്റ തീർക്കല്. ഈ വെട്ടലോടുകൂടി എന്ത് പറ്റി? ഗുരുവിനെ കൊന്നാൽ ബ്രഹ്മഹത്യാ പാപം. അന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, 3 പേരെ വധിച്ചാൽ ബ്രഹ്മഹത്യാ പാപം. ആരൊക്കെയാണ് ഈ 3 പേര്? ഒന്ന് ഗുരുക്കന്മാരാണ്. ഗുരുവിനെ കൊന്നാൽ ബ്രഹ്മഹത്യാ പാപം. പണ്ട് ബലരാമനെയും ബ്രഹ്മഹത്യാ പാപം വന്നു. സാക്ഷാൽ ബലരാമസ്വാമിക്ക്. മനസ്സിലായില്ലേ? അദ്ദേഹം യാത്ര ചെയ്യുന്ന സമയത്ത് ഭാഗവതത്തിൽ വരും ആ കഥ. ദശമസ്കന്ധത്തില് അവിടെ വ്യാസപീഠത്തിലിരുന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സൂതനെ കണ്ടപ്പോ, സൂതൻ എണീറ്റില്ല ബലരാമനെ കണ്ടപ്പോ, ആ തലയങ്ങോട്ട് പോയി വെട്ടി. അപ്പോഴേക്കും ബ്രഹ്മഹത്യാ പാപം വന്നു. അദ്ദേഹത്തിന് ഒരുപാട് തീർത്ഥാടനം ചെയ്യേണ്ടി വന്നു. അദ്ദേഹത്തിന് ആ പാപത്തിൽ നിന്നും
മുക്തരാവാൻ. പിന്നെയാണ് മനസ്സിലായത് വ്യാസപീഠത്തിലിരിക്കുന്നവർ ആരെ കണ്ടാലും അവിടെ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ എണീക്കേണ്ട ആവശ്യമില്ല. കാരണം ആ പീഠത്തോടൊരു ബഹുമാനം കാണിക്കണം എന്നുള്ളതാണ്. അതാണ് ആ പീഠത്തിന്റെ മഹത്വം എന്നുള്ളത്. അങ്ങനെ ഞാൻ ബലരാമന്റെ കഥ പറഞ്ഞു മാത്രം. ഏതായാലും ഇന്ദ്രൻ ബ്രഹ്മഹത്യാ പാപം, ഗുരുവിനെ കൊന്നാൽ പാപം, ബ്രഹ്മഹത്യാ പാപം. എന്താ ബ്രഹ്മഹത്യാ പാപം? 7 ജന്മം കൃമികളായി, പുഴുക്കളായി, മണ്ണിലും മലത്തിലും ഒക്കെ മനുഷ്യൻ ജീവിക്കണം. എന്നാലേ പിന്നീട് ഒരു മനുഷ്യജന്മം കിട്ടുള്ളൂ. അതുവരെ ജീവിതം തീർക്കണം. അതാണ് ബ്രഹ്മഹത്യാ പാപത്തിന്റെ സ്വഭാവം. മനസ്സിലായില്ലേ? നിങ്ങൾ പല ക്ഷേത്രങ്ങളിലും കണ്ടു കാണാം. എങ്ങനെയോ പണ്ടേതോ ബ്രാഹ്മണനെ കൊന്നതായിരിക്കും. അതാണ് ബ്രഹ്മരക്ഷസ് എന്നുള്ളൊരു ക്ഷേത്രങ്ങളിലൊക്കെ പ്രതിഷ്ഠ. കണ്ടിട്ടുണ്ടോ എവിടെങ്കിലും? ഇവിടെ ഉണ്ടോന്ന് അറിയില്ല എനിക്ക്. പല ക്ഷേത്രങ്ങളിലും കാണാം. എന്ത്? ഇപ്പൊ ബ്രാഹ്മണരെ കൊന്നാൽ ബ്രഹ്മഹത്യാ പാപം, സ്ത്രീകളെ കൊന്നാൽ ബ്രഹ്മഹത്യാ പാപം. ആരെ? ഇപ്പൊ ഗുരുവിനും ബ്രാഹ്മണനും തുല്യ സ്ഥാനം ആർക്കുണ്ടായിരുന്നു? അങ്ങനെ ഒരു രംഗം രാമായണത്തിലുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല. ഒരു സ്ത്രീയെ കൊല്ലേണ്ട ഘട്ടത്തിൽ രാമൻ പോലും ശങ്കിച്ചു എന്നാണ്. അയ്യോ, ബ്രഹ്മഹത്യാപാപം പിടികൂടോ? ആരെ വധിക്കുന്ന സമയത്താണ് രാമൻ ആ ആശങ്കയുണ്ടായത്? പറയാൻ പറ്റുമോ? ആരെ? സീതയെ വധിക്കാനോ? എന്താ പറഞ്ഞത്? താടകയെ വധിക്കുന്ന സമയത്ത്. ആര്? താടക സ്ത്രീയാണ്. അപ്പോഴാണ് ഗുരുവിനോട് ചോദിക്കുന്നത് ബ്രഹ്മഹത്യ പാപം വരില്ലേ എന്ന്. അപ്പോ അന്നത്തെ കാലഘട്ടം തന്നെ അറിയാമായിരുന്നു. സീതയെ വധിക്കേ? സീതയെ വധിക്കാൻ രാവണൻ പോയിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ ഇല്ല ഇല്ല, തെറ്റ് പറയരുത്. രാവണൻ പാവം സീതയെ വധിക്കാനേ നോക്കില്ല. അങ്ങനെ ഒരു കഥയെ രാമായണത്തിലില്ല. രാവണന് സീതയെ വധിക്കണം എന്ന് താല്പര്യമില്ല, കാമമാണ്. സീതയെ കെട്ടണം എന്നായിരുന്നു താല്പര്യം. വിടുവിടു, നമുക്ക് രാമായണം അല്ലല്ലോ വിഷയം. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, ബ്രാഹ്മണനും ഗുരുവിനും തുല്യ സ്ഥാനമായിരുന്നു. ആർക്ക്? ആർക്ക്? സ്ത്രീകൾക്ക്. ഇനി ഭാഗവതത്തിൽ വീണ്ടും വരും. മുടിയെല്ലാം പിടിച്ച് വാളെടുത്ത് നീ എന്റെ അന്തകനെ പ്രസവിക്കും, അല്ലേ? ഒരാള് പറയും, അരുത് അരുത്, സഹോദരിയെ വധിക്കരുത്, സ്ത്രീയാണ്, ബ്രഹ്മഹത്യാ പാപം പിടിക്കുന്നു. ആരാരോടാ പറഞ്ഞത്? പിടികിട്ടി നിൽക്ക്. ആരാരോടാ പറയുന്നത്? വാസുദേവൻ കംസനോട് പറയും, അരുത്, ബ്രഹ്മഹത്യ. അപ്പൊ അന്ന് സ്ത്രീകളെ വധിച്ചാൽ ബ്രഹ്മഹത്യ. ഇന്ദ്രന് ബ്രഹ്മഹത്യാ പാപം കിട്ടി. ആ ബ്രഹ്മഹത്യാ പാപത്തിൽ നിന്നും രക്ഷപ്പെടാൻ എന്താ വഴി? ഈ പാപത്തെ പങ്കുവെക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പാപം 4 പേർക്ക് പങ്കുവെച്ചു. ആർക്കൊക്കെയാ പങ്കുവെച്ചത്? ജലത്തിനൊരു പങ്കു കൊടുത്തു, അത് വിഷാംശമായി. ഭൂമിക്കൊരു പങ്കു കൊടുത്തു, അത് മരുഭൂമിയായി. വൃക്ഷങ്ങൾക്കൊരു പങ്കു കൊടുത്തു, കറകളായി, അതാണ് റബ്ബർ. അത് കഴിഞ്ഞ് സ്ത്രീകൾക്കൊരു പങ്കു കൊടുത്തു എന്നാണ്. അതാണ് പീരീഡ് എന്നൊരു പ്രക്രിയ, മെൻസ്ട്രേഷൻ എന്ന പ്രക്രിയ. ഇത് പറയുമ്പോൾ നിങ്ങൾ ഒരു ബ്രഹ്മഹത്യാ പാപമാണോ അതെന്ന്? അതൊരു കാരണം ശ്രദ്ധിക്കുക. ഇത് പറയുന്നതിലൊക്കെ ഇത്തിരി ലോജിക് ഉണ്ട്. പഴയ ആളുകൾ എന്ത് പറയുന്നതിൽ ചെറിയൊരു യുക്തിയൊക്കെ ഉണ്ട് അതില്. അപ്പോ സ്ത്രീകൾക്ക് പീരീഡ് വരുന്നതൊക്കെ എങ്ങനെയാ ബ്രഹ്മഹത്യാ പാപം എന്നൊക്കെ ഇന്നത്തെ കുട്ടികൾ ചോദിക്കാം. പെൺകുട്ടികൾ മനസ്സിലാക്കണം, ഈ ശരീരത്തിലുള്ള, മനുഷ്യ ശരീരത്തിലുള്ള ഈ പീരീഡ് എന്നത് ഒരു ബയോളജിക്കൽ പ്രോസസ്സാണ്. ഒരു അണ്ഡം പാകമാവുന്നു, അത് പ്രോപ്പർലി അത് കൺസീവ് ചെയ്തില്ലെങ്കിൽ അത് ഇജക്റ്റഡായി ബോഡിയിൽ നിന്ന് പോകണം. അത് പ്രകൃതി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതൊരു ടോക്സിൻ ബ്ലഡാണ്. അത് പുറത്തു പോവേണ്ടതാണ്, പുറത്തേക്ക് പോകണം. അത് പുറത്തേക്ക് പോവാതിരുന്നാൽ അതൊരു വലിയ അസുഖമായി മാറും, അത് ഇൻഫെക്റ്റഡ് ആവും. നിങ്ങൾ കേട്ട് കാണും എൻഡോമെട്രിയോസിസ് എന്നൊക്കെ പറയുന്ന രോഗങ്ങൾ. പല പെൺകുട്ടികൾക്കൊന്നും ഹൈലി വലിയ പ്രശ്നങ്ങളുള്ള, ഇപ്പൊ നിങ്ങൾ കേട്ട് കാണും PCOD പ്രശ്നങ്ങൾ പെൺകുട്ടികളെ ബാധിക്കുന്നത് കേട്ടില്ലേ? ഇന്ന് ഒരുപാട് ഗൈനിക് പ്രശ്നങ്ങളൊക്കെ കുട്ടികൾ അനുഭവിക്കുന്നതിന് കാരണം
പണ്ട് നമ്മുടെ അമ്മമാര് ആ ഒരു സമയത്ത് എല്ലാറ്റിൽ നിന്നും മാറി നിന്നിരുന്നു, കുറച്ച് മാറി നിന്നിരുന്നു, സത്യം. അപ്പോ ഇത് കുറച്ചൊക്കെ നമ്മുടെ കുട്ടികൾ ശ്രദ്ധിക്കണം, നല്ലതാണ്. ഇത്തരം നോക്കൂ, നമ്മുടെ പൂർവികര് പറഞ്ഞ പല കാര്യങ്ങളും എത്രമാത്രം സയന്റിഫിക്കലി ശരിയായിരുന്നു. നോക്കൂ നിങ്ങള്, പഴയ കാലത്തൊക്കെ വീട്ടില് അതിഥികൾ വന്ന കാല് കഴുകുക, കൈ കഴുകുക. നമ്മളോടൊക്കെ കുട്ടിക്കാലത്ത് തന്നെ പറഞ്ഞിട്ട് വൈകുന്നേരം മേല് കഴുകുക. കാരണം പലയിടത്തും പോയി കളിച്ചും ചിരിച്ചൊക്കെ വരുന്നതാണ്. ആണോ? ഉണ്ടോ ഇല്ലയോ? എന്നാൽ ഈ കോവിഡ് വന്നപ്പോ നോക്കൂ നിങ്ങള്, കൈയും കാലൊക്കെ ഈ സാനിറ്റൈസർ ഒക്കെ തുടയ്ക്കലും കഴുകൽ തന്നെയാണ്. ആണോ? കാര്യം ഈ അണുക്കൾ കയ്യിലൂടെയും കാലിലൂടെയും ഒക്കെ വരാൻ സാധ്യതകൾ ഉണ്ട്. ഇത് തന്നെയല്ലേ പൂർവികരും പറഞ്ഞിരുന്നത്. ഇതേപോലെ നോക്കൂ, മരിച്ചു കഴിഞ്ഞാൽ പുല ആചരിച്ചിരുന്നു പണ്ട്, ഇല്ലേ? ഉണ്ടോ? പണ്ട് കുറച്ചുകൂടി കർക്കശായിരുന്നു. ആ വീട്ടിൽ നിന്ന് ആരും പുറത്തേക്ക് പോവില്ലായിരുന്നു. ഇന്നിപ്പോ ആ കോവിഡ് പോലുള്ളൊക്കെ വന്നപ്പം നമുക്ക് പുതിയ പേര് വന്നു മാത്രം. എന്ത്? ക്വാറന്റൈൻ. അന്ന് അവര് പുല എന്ന് പറഞ്ഞു, ഇന്ന് ക്വാറന്റൈൻ. അപ്പം ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് മറ്റൊരാളിലൂടെ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത. അത് തന്നെയാണ് മരിച്ച ആളിൽ നിന്ന് വല്ല തരത്തിലുള്ള ഇൻഫെക്ഷനും കിട്ടിയാൽ അത് നാട്ടുകാർക്കാർക്കും അതന്നെയല്ലേ പണ്ടുള്ളവർ ചെയ്തത്. ആണോ? പലതും നിങ്ങൾ നോക്കൂ, പണ്ടുള്ളവർ ആചരിച്ചത് ഇന്ന് സയൻസ് പല രീതിയിലും ശരിയാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് പണ്ട് സ്ത്രീകൾ 2 ദിവസവും 3 ദിവസവും മാറി നിന്നിട്ടുണ്ടെങ്കിൽ, എന്റെ മുത്തശ്ശിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർക്ക് ഒരു തരത്തിലുള്ള ഗൈനിക് പ്രോബ്ലം ഉണ്ടായിട്ടില്ല. കാരണം അവരത്ര ഹൈജീനിക് ആയിട്ട് അവര് റെസ്റ്റ് എടുത്തൊക്കെ ജീവിച്ചതുകൊണ്ട്. ഇല്ലേ? പണ്ടത്തെ അമ്മമ്മമാരെയൊക്കെ നോക്കിക്കോളൂ നിങ്ങൾ. എന്നാൽ ഇന്ന് പെൺകുട്ടികൾ എത്രമാത്രം ഗൈനിക് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത്. കാരണം ഈ ശരീരത്തിൽ എവിടെയൊക്കെയോ ഇൻഫെക്ഷൻ വന്ന് അവർ ദുരിതമനുഭവിക്കുകയാണ്. ഈ ബ്രഹ്മഹത്യാ പാപം എന്ന് പറഞ്ഞാൽ എന്താണ്? ചില വിഷാംശങ്ങൾ ശരീരത്തിൽ ഉള്ളതിനെ തന്നെ ബാധിക്കാതിരിക്കാൻ നോക്കിയിട്ടില്ലെങ്കിൽ ആ വിഷാംശം തന്റെ ആരോഗ്യത്തിനെ ബാധിക്കും. ഇതാണ് ബ്രഹ്മഹത്യാപാപം എന്നതിനെ വിളിക്കാൻ കാരണം. മനസ്സിലായില്ലേ? അപ്പം എന്താണ്, സ്ത്രീകൾക്ക് കൊടുത്തു, അത് പീരീഡ് ആയി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ സമയത്തുള്ള ബ്ലഡിന് പല രോഗങ്ങൾ ഉണ്ടാക്കി വെക്കാനുള്ള പറയൂ സാധ്യതയുണ്ട്. അത് ജീവിതത്തെ ബുദ്ധിമുട്ടിക്കും. അതുകൊണ്ട് എന്ത് വേണം? അത്തരം സന്ദർഭങ്ങളില് ഇന്നിപ്പോ നോക്കൂ, നമ്മുടെ പൂർവികരായ അമ്മമാര് അവര് പീരീഡ് ആയപ്പോ തുടരുത് എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് അവര് തൊട്ടുകൂടായ്മ ആ സമയത്ത്, അല്ലെ, പുറത്തായി എന്നാണ് വാക്കുപയോഗിക്കുക. ആണോ അല്ലയോ? എന്താ പറയാ? ആള് പുറത്തായി. ഇന്നിപ്പോ പെൺകുട്ടികൾ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന എന്താ അറിയോ? ഞങ്ങൾക്ക് ഈ സമയത്ത് അവധി വേണമെന്ന്. അതിന് മലയാളത്തിൽ പറയാ ആർത്തവ അവധി വേണമെന്നാണ്. ആരെങ്കിലും വായിച്ചിരുന്നോ ഇത്? വായിച്ചിരുന്നോ? ഇത് പണ്ടുള്ളവർ ചെയ്തപ്പം അന്ധവിശ്വാസം, പണ്ടുള്ളവർ ചെയ്തപ്പോ അനാചാരം. ഇന്നിപ്പം ഇവര് പറയാണ് ഞങ്ങൾക്ക് 2 ദിവസം പറയൂ. അപ്പൊ പണ്ടത്തെ അമ്മൂമ്മമാര് അതല്ലേ ചെയ്തത്? അത് അന്ധവിശ്വാസം. അപ്പൊ നിങ്ങൾക്ക് 2 ദിവസം അവധി വേണോ? അത് ഞങ്ങളുടെ ശരീരത്തിന്റെ പ്രശ്നമാണെന്ന്. നോക്കൂ നിങ്ങൾ, കാലം മാർക്കും ഇങ്ങനെയുള്ള ആളുകൾക്ക് മാപ്പ് കൊടുക്കില്ല. കാരണം പണ്ടുള്ളവർക്ക് എന്തെങ്കിലും സംസ്കാരം ഉണ്ടായിരുന്നെങ്കിൽ അത് കുറെയൊക്കെ ശരിയായിരുന്നു. കുറെ, എല്ലാ കാര്യം എന്നല്ല ഞാൻ പറയുന്നത്, കുറെ കാര്യങ്ങൾ അവർ കൃത്യതയോടെ പറയൂ. ഇപ്പൊ പറയുന്നത് താഴെ ഇരുന്ന് കഴിക്കുന്നത് ഏറ്റവും ശരീരത്തിന് ഉത്തമമാണെന്നാണ്. താഴെ ഇരുന്ന് കഴിക്കുന്നത്, മനസ്സിലായില്ലേ? ഈ ടേബിളിൽ ഇരുന്ന് കഴിക്കുന്നത് അത്ര ആരോഗ്യത്തിന് നല്ലതല്ല എന്നാണ് ഇപ്പോഴത്തെ ഓരോ ഗവേഷണങ്ങള്. ഇപ്പൊ ഓരോ നോക്കൂ നിങ്ങൾ, പഴയ കാലത്തിൽ നിന്ന് ഇത്രമാത്രം അറിവിലേക്കാണ് ഇന്ന് ലോകം പോണത്. നിൽക്കട്ടെ, ഏതായാലും തൽക്കാലം ഇന്ദ്രൻ രക്ഷപ്പെട്ടു. പക്ഷെ ഈ വിശ്വരൂപന്റെ അച്ഛൻ ഇന്ദ്രനെ വിട്ടില്ല. വിശ്വരൂപന്റെ അച്ഛൻ ത്വഷ്ടാവ് ഇന്ദ്രനെ കൊല്ലാൻ ഒരു പുത്രൻ വേണം. അപ്പൊ അതിനുവേണ്ടി ഒരു യജ്ഞം തുടങ്ങി. സങ്കല്പം ഇതാണ്, ഇന്ദ്രനെ കൊല്ലാൻ കഴിവുള്ളൊരു പുത്രൻ വേണമെന്ന്. പക്ഷെ മന്ത്രം ജപിച്ചപ്പോ നാക്കു പിഴച്ചുപോയി. ഇന്ദ്രനെ കൊല്ലാൻ പുത്രൻ വേണം, അത് ചില അമ്മമാര് പറയുന്ന പോലെയാണ്.
മക്കൾ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോ അമ്മമാര് പറയില്ലേ നിനക്കൊക്കെ ശരിയാവട്ടെ എന്നൊക്കെ പറയില്ലേ? ഒരു മകൻ ഇന്റർവ്യൂവിനൊക്കെ പോയി തിരിച്ചു വരുമ്പോ അവന്റെ മുഖത്ത് നോക്കുമ്പോ ഒരു സന്തോഷവും ഇല്ല. അപ്പൊ ചോദിച്ചു, എന്തായടാ ഇന്റർവ്യൂ? അല്ല അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? നിനക്കൊന്നും ഉണ്ടാവരുതേ എന്ന്. അതന്നെ അവിടെ ഉണ്ടായത് എന്ന്. നിനക്കൊന്നും ഉണ്ടാവരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്റെ കാര്യത്തിലൊരു തീരുമാനമായി എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഇന്ദ്രനെ കൊല്ലാൻ ഒരു പുത്രൻ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചു മനസ്സിൽ. പക്ഷെ നാക്ക് വഴിച്ചുപോയി. ഇന്ദ്രനെ കൊല്ലാൻ പുത്രൻ ഉണ്ടാവട്ടെ എന്ന് പറയുന്നതിന് പകരം ഇന്ദ്രനാൽ കൊല്ലുന്നൊരു പുത്രൻ ഉണ്ടാവട്ടെ. കഴിഞ്ഞില്ലേ കഥ? അപ്പം ഇന്ദ്രനെ കൊല്ലുന്നതിന് പകരം ഇന്ദ്രനാൽ കൊല്ലുന്നൊരു പുത്രൻ, ഇന്ദ്രശത്രു വിവർത്തസ്വ പറഞ്ഞുപോയി. അങ്ങനെ വന്നൊരു പുത്രനായിരുന്നു ആര്? വൃത്രാസുരൻ. ആരാണ്? വൃത്രാസുരൻ. അവിടെ നിന്നും വളർന്നു വലുതായി ഇന്ദ്രനുമായുള്ള യുദ്ധത്തിന് പുറപ്പെട്ടു. ഇന്ദ്രൻ അറിഞ്ഞു തന്നെ കൊല്ലാൻ പുതിയൊരു അവതാരം വന്നിട്ടുണ്ട്. പുതിയ ആയുധം വരുമ്പോ പുതിയ ആയുധം തിരിച്ചും വേണമല്ലോ. അപ്പോഴാണ് ഇന്ദ്രനോട് പറഞ്ഞത്, വൃത്രാസുരനെ നേരിടണമെങ്കിൽ നിന്റെ കയ്യിൽ പുതിയൊരായുധം വേണം. അങ്ങനെയാണ് ഇന്ദ്രൻ പുതിയൊരായുധം ഉണ്ടാക്കിയത്. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഈ എന്താണ് സിന്ദൂർ ഓപ്പറേഷനില് ബ്രഹ്മോസ് മിസൈൽ എന്നൊക്കെ പറഞ്ഞ പുതിയ പുതിയ സാധനങ്ങള് ഇല്ലേ അടിച്ചത്? അതുകൊണ്ടൊക്കെ അല്ലേ? പണ്ടത്തെ കളിപ്പാട്ടൊന്നും എടുത്തിട്ട് അടിച്ചില്ല. പുതിയ പുതിയ S-400 അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മൾ ഉപയോഗിച്ച പോലെ ഇന്ദ്രനും മനസ്സിലായി, വൃത്രാസുരനെ നേരിടണമെങ്കിൽ എന്റെ കയ്യിലും ഒരു ബ്രഹ്മോസ് വേണം. എന്താണത്? അതിന്റെ പേരാണ് വജ്രായുധം. അതെവിടെ നിന്നാണ് കിട്ടുക? ആ വജ്രായുധം കിട്ടണമെങ്കിൽ എത്രയോ കാലം തപസ് ചെയ്ത ആളുടെ എല്ലുകൊണ്ടുണ്ടാക്കണം. ആരെ ഇപ്പൊ കിട്ടുക? അങ്ങനെ കിട്ടിയ ഒരാളെ, അദ്ദേഹത്തിന്റെ പേരായിരുന്നു ദദീജി മഹർഷി. അവിടെ ചെന്നു ഇന്ദ്രൻ നമസ്കരിച്ചു. മഹർഷി കണ്ണു തുറന്നു. എന്താ ഇന്ദ്രാന്ന്? ചെറിയൊരു അപേക്ഷയുണ്ട്. ചോദിച്ചു, എന്താവോ വേണ്ടത്? ചോദിച്ചോളൂ. അല്ല, ആ നട്ടെല്ലൊന്ന് തരുമോന്ന്? കിഡ്നി ചോദിക്കാം അല്ലേ? ഇതെന്താ ചോദിക്കുന്നത്? അല്ല, വീട്ടിലൊക്കെ സാധാരണ നിങ്ങളുടെയൊക്കെ വീട്ടിൽ കേൾക്കാറുണ്ട്, എന്ത് നട്ടെല്ലുണ്ടോന്ന് ഇല്ലേ? അങ്ങനെ ചോദിക്കാറില്ലേ? കേൾക്കാറില്ല. അത് മിക്കവാറും ആണുങ്ങളാണോ കേൾക്കുക, പെണ്ണുങ്ങളാണോ കേൾക്കുക? നിങ്ങൾക്ക് നാണം വരുന്നു സ്ത്രീകൾക്ക്. അത് ആരും ചോദിക്കുക? സ്ത്രീകള് ഭർത്താവിനോട് ചോദിക്കുന്ന വാക്കാണ് എന്ത്? നട്ടെല്ല് തരുമോന്നോ? നിങ്ങൾക്കൊക്കെ നട്ടെല്ല് ഉണ്ടോ മനുഷ്യ? ഇവിടെ ആ ദദീജി മഹർഷിയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ്, എന്ത്? അല്ല, ആ നട്ടെല്ലൊന്ന് തരുമോ? മഹർഷി കൈകൂപ്പി, നട്ടെല്ലെന്നെ വേണമല്ലേ? ആ മഹർഷി ധ്യാനനിരതനായി സമാധി പ്രാപിച്ചു. അങ്ങനെ ആ മഹർഷിയുടെ നട്ടെല്ലുകൊണ്ടുണ്ടാക്കിയതാണ് എന്ത്? വജ്രായുധം. വജ്രായുധവുമായി ഇന്ദ്രൻ ഐരാവതത്തിലും ഇവിടെ വൃത്രാസുരൻ നേരിട്ടു. ആ വജ്രായുധം കൊണ്ട് നടക്കുന്ന ഇന്ദ്രനെ എന്ത് ചെയ്തു വെച്ചാൽ, വൃത്രാസുരൻ തന്റെ കൈമുഷ്ടി കൊണ്ട് ഐരാവതത്തിന്റെ മസ്തകത്തിൽ 2 ഇടിച്ചതും ഇന്ദ്രൻ തല കറങ്ങി വീണു. നോക്കണം, വജ്രായുധം തെറിച്ചുപോയി. ആ വൃത്രാസുരൻ വജ്രായുധം എടുത്തിട്ട് ഇന്ദ്രന്റെ കൈ കൊടുത്തിട്ട് പറയാം, പിടിച്ചോളൂ നിന്റെ ആയുധം. എനിക്ക് നിന്നെ കൊല്ലാൻ ഒരു ആഗ്രഹവും ഇല്ല. ഞാൻ നിന്നെ കൊല്ലാനും അല്ല വന്നത്. ഒരു നിമിഷം ഇന്ദ്രന്റെ മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, എന്റെ മനസ്സിനെ ഭഗവാനിൽ സമർപ്പിക്കണം. കാരണം അഹം ഹരേ 6-ാം സ്കന്ധം 12-ാം അധ്യായത്തിലെ ഒട്ടുവിലത്തെ കുറെ വരികളുണ്ട്. അതൊരു വെടിക്കെട്ടാണത്, അതൊരു ഗംഭീരമാണത്. ആ വൃത്രാസുരൻ പറയുന്ന ചില വരികള്, അഹം ഹരേ തവ പാദൈക മൂലദാസാനുദാസോ ഭവിദാസ്മി ഭൂയ മനസ്മരേദാസുപദേ ഗുണാംസ്തേ ഗൃണീതവ കർമ്മകരോതുകായ നാഗപൃഷ്ടം നദ പാരമിഷ്ട്യം ന സാർവഭൗമ്യം ന രസാധിപത്യം. എനിക്ക് നിന്റെ ഈ സാധനം ഒന്നും വേണ്ടടോ. നിന്റെ ഇന്ദ്രപദവിയോ സ്വർഗപദവിയോ സ്വർഗസുഖങ്ങളൊന്നും എനിക്ക് വേണ്ട. എന്റെ മനസ്സിപ്പോൾ അജാതപക്ഷായവ മാതരം ഗഗ സ്തന്യം യഥാ വത്സതരാക്ഷുതാർത്ഥ പ്രിയം പ്രിയൈവ വിഷദം വിഷണ്ണ മനോരവിന്ദാക്ഷ
ഹൃദിക്ഷതേത്വം. എപ്രകാരമാണോ സന്ധ്യയാകുമ്പോൾ ഒരു പെൺകുട്ടി ഭർത്താവിനെ കാത്തിരിക്കുന്ന ആ ഒരു വെമ്പലില്ലേ, കാത്തിരിക്കുന്ന മനസ്സിന്റെ ശ്ലോകം 6-ാം സ്കന്ധം 12-ാം അധ്യായം. എത്രാമത്തെ ശ്ലോകമാണ് പുസ്തകമുള്ളവർ നോക്കൂ. 6-ാം സ്കന്ധം 12-ാം അധ്യായം ഒടുവിലത് 6-ാം അധ്യായം 11-ാം അധ്യായം 11-ാം അധ്യായം. അഹം ഹരേ തവ പാദൈകമൂല ദാസാനുദാസോ ഭവിദാസ്മി ഭൂയ മനസ്മരേ ധാതു പദേ ഗുണാംസ്തേ കൃണീതവ കർമ്മ കരോതുകായ നാഗപൃഷ്ടം. അങ്ങനെ തുടങ്ങിയിട്ട വരികള് 6-ൽ 11-ൽ 21, 22, 23, 24. 6-ൽ 11-ൽ 21 അവിടെ പറയാണ് അജാതപക്ഷ ഇവ മാതരം ഗഗാ സ്തന്യം യഥാ വത്സതരാക്ഷുതാർത്ഥ പ്രിയം പ്രിയൈവ വിഷദം വിഷണ്ണ മനോരവിന്ദാക്ഷതേത്വം. പറയാണ് എന്റെ മനസ്സുണ്ടല്ലോ, ഒരു പെൺകുട്ടി ഭർത്താവിനെ കാത്തിരിക്കുകയാണ് സന്ധ്യയായിട്ട്, കാണുന്നില്ല, ഒരു വെമ്പലുണ്ടാവില്ലേ, ആകാംക്ഷ ഉണ്ടാവില്ലേ? ഇതുപോലെ മനോ അരവിന്ദാക്ഷതേ, ആരെ കാണാൻ? ആ ഭഗവാനിലേക്ക് ചേരാൻ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് നിന്നെ കൊല്ലാൻ എനിക്ക് ഒട്ടും ആഗ്രഹമില്ല. നിന്നെപ്പോലുള്ളവരോട് എനിക്ക് സമയം ചെലവഴിക്കാനും താല്പര്യമില്ല. കാരണം നീ ലൗകിക സുഖത്തിൽ ഇരിക്കുന്നവനാണ്. മമ ഉത്തമ ശ്ലോക ജനേഷു സക്തൈ. എന്റെ മനസ്സ് സത്സംഗത്തിൽ താല്പര്യമുള്ളവരോടെ എനിക്ക് ആഗ്രഹമുള്ളൂ, നിന്നോടൊട്ടും താല്പര്യമില്ല. ആ ഇന്ദ്രനെ കൊല്ലാതെ കൊന്നു വൃത്രൻ. എനിക്ക് നിന്നോടിരുന്ന് സംഗമിക്കാൻ ഒട്ടും താല്പര്യമില്ല. കാരണം നീയൊക്കെ ഉണ്ടല്ലോ സംസാരചക്രേ ഭ്രമതസ്വകർമ്മബി. നീ സംസാരചക്രത്തിൽ ഇരുന്ന് കറങ്ങുന്നവനാടോ, ലൗകിക ചിന്ത മാത്രമേ ഉള്ളൂ നിനക്ക്. എനിക്ക് ഉത്തമ ശ്ലോകജനേഷു സക്തൈ. എന്നെ പോലുള്ളവരോട് എനിക്ക് ഒരു ഇത് വേണ്ട, സംഘം വേണ്ട. ഇന്ദ്രൻ ഇത് കേട്ട് ഞെട്ടിത്തരിച്ചു. കാരണം ഒരു ഗുരുവിനെ കൊന്ന ബ്രഹ്മഹത്യാപാപം തീർന്നിട്ടേ ഉള്ളൂ. ഇവൻ അതിലും വലിയ ഗുരുവാണ്, മഹാനായിരിക്കുന്ന ആളാണ് തന്റെ മുന്നിൽ. ഇന്ദ്രൻ പതുക്കെ ഐരാവതത്തിൽ നിന്നിറങ്ങി വൃത്രന്റെ മുന്നിൽ കൈകൂപ്പി തൊഴുതുകൊണ്ട് പറയാ. 12-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാം. ഇന്ദ്ര ഉവാച കാണേണ്ട വരികളാണ്. ഹോ ദാനവസിദ്ധ്യോസി യസ്യതേ മതിരീതൃശീ ഭക്തഃ സർവാത്മനാത്മാനം സുഹൃതം ജഗദീശ്വരം. ആ വരികളൊക്കെ കാണണേ നിങ്ങൾ. ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നു മാത്രം. എന്താ പറയണത്? ഭക്തഃ സർവാത്മനാത്മാനം സുഹൃതം ജഗദീശ്വരം. നിനക്ക് സുഹൃത്തായി ആരെ കിട്ടിയിട്ടുണ്ട്? ഈശ്വരനെ നേടിയവനാണ് നീ. ഖല്ലിതം മഹദാശ്ചര്യം. ഏത് രജപ്രകൃതയെ, അവിടുന്ന് രജസിന്റെ എന്നുവെച്ചാൽ രജോ ഗുണമുള്ളവരാണ് നിങ്ങള്. പക്ഷേ വാസുദേവേ ഭഗവതി, മനസ്സങ്ങോട്ട് വാസുദേവനിൽ നിമഗ്നമായിരിക്കുന്നു. ഉപദാശ്ചര്യം. ഞങ്ങളൊക്കെ ചെറിയ സുഖത്തിലിരിക്കുമ്പോൾ നീ വിക്രീഡിത അമൃതം ബോധോ കിം ക്ഷുത്രൈ കാതകോദകൈ. നീ ആത്മസുഖത്തിൽ രമിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ ചാനൽ നോക്കിയിരിക്കുകയാണ്, ഉർവശിയും രംഭയൊക്കെയായിട്ട്. നിന്റെ ആത്മസുഖത്തിന്റെ മുന്നിൽ ഞങ്ങളുടെ ലൗകിക സുഖം എവിടെയുണ്ട് എന്ന് കൈകൂപ്പി. ആ വൃത്രാസുരൻ ധ്യാനനിരതനായിട്ടിരിക്കുമ്പോൾ ശരീരം കളഞ്ഞു. അങ്ങനെയാണ് വൃത്രനെ കൊല്ലുന്നത്. അപ്പൊ ചോദിക്കുകയാണ് ഭാഗവത്തിൽ, എവിടെ നിന്നാണ് ഈ വൃത്രന് ഇത്രയും വലിയൊരു ഭക്തി വന്നത്? ഭാഗവതത്തില് പൊതുവെ നമ്മൾ ദേവന്മാര് ശ്രേഷ്ഠന്മാര്, അസുരന്മാര് മോശം എന്നാ പറയാ അല്ലേ? ഭാഗവതത്തിൽ 3 കെങ്കേമന്മാരായ പരമഭക്തന്മാരായ ദേവന്മാര് പോലും നമിച്ചു പോകുന്ന 3 അസുരന്മാരുണ്ട്. ആരൊക്കെയാണ് അവര്? ഭക്തോത്തമന്മാരായ 3 അസുരന്മാരുടെ ചരിതം ഭാഗവതത്തിലുണ്ട്. ആരൊക്കെയാ പറയാൻ പറ്റുമോ? ഒന്ന് നമ്മൾ കാണും, മഹാബലി വലിയ ഭക്തോത്തമനാണ്. 2 ഇനിയിപ്പോ കാണാൻ പോകുന്ന പ്രഹ്ലാദൻ, ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വൃത്രൻ. ഈ 3 പേരും ഭക്തിയുടെ അത്യുന്നതിയിലെത്തിയവരാണ്. മനസ്സിലായില്ലേ?
പക്ഷെ നമ്മൾ മനസ്സിലാക്കിയൊക്കെ തെറ്റാണ് മുഴുവൻ കേട്ടിരിക്കുന്നത്. നാളെ ഇനിയിപ്പോ കേൾക്കും മഹാബലിയുടെ കഥ. നമ്മൾ പഠിച്ചത് എന്താണ്? പറഞ്ഞ് പ്രചരിപ്പിച്ചത് എന്താണ്? മഹാബലിയെ വാമനൻ എന്ത് ചെയ്തു എന്നാണ്? പറയൂ. ചവിട്ടി താഴ്ത്തി എന്നാണ്. ഭാഗവതത്തിൽ അങ്ങനെ ഒരു വരിയേ ഇല്ല. ഭഗവാൻ എന്ത് ചെയ്തു എന്നാണ്? നാളെ നോക്കാം നമുക്ക്. ഞാൻ ഇന്നിപ്പോ അത് പറയുന്നില്ല. എത്ര തെറ്റാ നമ്മളൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ ചവിട്ടി താഴ്ത്തിന്ന്? പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി പറഞ്ഞിട്ടില്ലേ? അപ്പൊ നമ്മുടെ സംസ്കാരത്തെ നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ തന്നെ അതിനെ അവഹേളിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ പഠിക്കുമ്പോഴാ മനസ്സിലാവുക ഭഗവാൻ അനുഗ്രഹിക്കുകയാണ്. ഇതുപോലെ വൃത്രാസുരൻ ആരാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഈ വൃത്രാസുരൻ ചിത്രകേതു എന്നൊരു മഹാരാജാവായിരുന്നു. ആരാണ് ഈ ചിത്രകേതു? എങ്ങനെയാ വൃത്രാസുരനായത് എന്ന കഥ പറയുകയാണ്. പിന്നീട് 15-16 അധ്യായങ്ങളിലൊക്കെ ചിത്രകേതുവിന് കല്യാണം കഴിഞ്ഞു, ഭാര്യമാരുണ്ട്, കുട്ടികളില്ല. അങ്ങനെ കുഞ്ഞുങ്ങളില്ലാത്ത ദുഃഖം വന്നപ്പം ഒരിക്കൽ അങ്കിരസ് മഹർഷിമാര് വന്നപ്പോ പറഞ്ഞു, മഹർഷി ഒരു പുത്രനെ വേണമെന്നൊക്കെ സങ്കടത്തോടെ പറഞ്ഞപ്പോ ഇദ്ദേഹം മന്ത്രമൊക്കെ ജപിച്ച് ഒരു പഴം കൊടുത്തു. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ഭാര്യ പട്ടമഹിഷിക്ക് കൊടുത്തു. ആ ഭാര്യ അത് കഴിച്ചു, ഗർഭിണിയെ. ഒരു ഉണ്ണി പറന്നു. രാജാവിനുണ്ടായൊരു സന്തോഷം അതിരില്ല. കാരണം തനിക്കൊരു ഉണ്ണിയെ കിട്ടി എന്നുള്ള സന്തോഷം. പിന്നെ കുട്ടിയെ ലാളിച്ചു, വളർത്തി, കൊണ്ടുവരുന്നു, കുട്ടിയുടെ കൂടെ കളിക്കുന്നു, കുട്ടിയുടെ കൂടെ സമയം ചെലവഴിക്കുന്നു. രാജാവിന് സമയം പോകുന്നത് അറിയുന്നില്ല. അപ്പോ മറ്റ് പത്നിമാര് നോക്കുമ്പോ പണ്ട് നമ്മളോട് വലിയ കൊഞ്ചിക്കുഴഞ്ഞ രാജാവ് ഇപ്പൊ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല. ദുഷ്ടൻ. ഇപ്പൊ ഒരു കുട്ടി വന്നപ്പോ നമ്മളെയൊന്നും ഈ മനുഷ്യന് വേണ്ടാതായിരിക്കണോ? ഈ കുട്ടി ഒരുത്തൻ കാരനാണ് നമുക്ക് ഇങ്ങനൊരു അപകടമുണ്ടായത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? കുട്ടിയെ തട്ടാന്ന് അന്നത്തെ ക്രൂര ചിന്ത നോക്ക് പോയത്. ആ കുട്ടിയെ അങ്ങോട്ട് ഇല്ലാതാക്കാന്ന്. ഇവര് തോഴിമാർക്കെന്തോ നിർദ്ദേശം കൊടുത്ത് പാലിലോ മറ്റോ വിഷം കൊടുത്ത് കുട്ടിയെ തട്ടിക്കളഞ്ഞു. ആ കുട്ടി മരിച്ചതും രാജാവ് നെഞ്ചത്തടിച്ച് നിലത്തിരുണ്ട് കരയാണ്. ഭാഗ്യത്തിന് അങ്കിരസ മഹർഷി, നാരദ മഹർഷിയൊക്കെ ഇവിടെ വന്നു. നാരദ മഹർഷി ചോദിച്ചു, എന്താ രാജൻ, എന്താണ് ഈ കാണിക്കുന്നത്? പറഞ്ഞു, ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? എന്റെ എല്ലാം പോയില്ലേ, എന്റെ മകൻ പോയില്ലേ, ഇനി എനിക്ക് ജീവിതമുണ്ടോ? പൊട്ടി കരയാണ്. നാരദര് പറഞ്ഞു, ആ മകനെ ഞാൻ തിരിച്ചു തരാം. തിരിച്ചു തരേ? അതെ, എന്റെ യോഗശക്തി കൊണ്ട് തരാം. ഇദ്ദേഹത്തിന് പ്രതീക്ഷയായി, മരിച്ചുപോയ മകനെ തിരിച്ചു തരുന്ന. നാരദ മഹർഷി ചിത്രകേതു രാജാവിനോട് പറഞ്ഞു, തന്നെ ഒന്ന് തൊട്ടിരുന്നോളൂ, ഞാൻ ആ ജീവാത്മാവുമായി സംസാരിക്കട്ടെ. ഈ ഭാഗവതത്തിൽ 15-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാം, നാരദനും ഈ ജീവാത്മാവും തമ്മിലുള്ള, പ്രേതാത്മാവും തമ്മിലുള്ള ഒരു ചർച്ച. പശ്യജീവന്തെ കളയേഭരം, ജീവാത്മാവെ കാണുന്നില്ലേ നിന്റെ ഈ ശരീരം? അച്ഛനെയും അമ്മയും കാണുന്നില്ലേ കരയുന്നത്? നീ തിരിച്ചതിലേക്ക് പുനഃപ്രവേശം ചെയ്യാൻ. നാരദർ പറഞ്ഞു കുട്ടിയോട്, ഞാൻ യോഗശക്തി കൊണ്ട് നിന്നെ ഞാൻ ഈ ശരീരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. അതിനൊരു മറുപടി കൊടുക്കണ്ട. ജീവ ഉവാച, അത് ഗംഭീരാണ്. 15-ാം അധ്യായത്തിൽ കാണാം. കുട്ടി ചോദിക്കുകയാണ്, ആ ജീവാത്മാവ് ചോദിക്കുകയാണ്, കസ്മിൻ അമീമഖ്യം മാതരപിതരോ ഭവൻ കർമ്മവിഭ്രാമ്യമാണസ്യ. ഏതച്ഛൻ ഏതമ്മ? എത്രയോ അച്ഛന്മാരെ ഞാൻ കണ്ടു, എത്രയോ അമ്മയെ കണ്ടു. ഞാൻ എത്രയോ അച്ഛനായി, ഞാൻ എത്രയോ അമ്മയായി. ഞാനിങ്ങനെ ഒരു ശരീരത്തിൽ നിന്നും മറ്റൊരു ശരീരത്തിലൂടെ കർമ്മവിഭ്രാമ്യമാണിസ്യ, എന്റെ ജീവിതം ഇങ്ങനെ കർമ്മചക്രത്തിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സത്യം മറക്കരുത്. ഒരാളും ഇല്ലാതാവുകയല്ല. ഒരു ശരീരത്തിൽ നിന്നും മറ്റൊരു ശരീരത്തിലേക്കുള്ളൊരു യാത്ര. അച്ഛനോട് പറയൂ, ഞാൻ അദ്ദേഹത്തിന്റെ അല്ല. അദ്ദേഹം എന്നെ ഓർത്ത് കരയേണ്ട യാതൊരു കാര്യവുമില്ല. അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയുള്ള ശരീരം മാത്രമാണ്. ഞാനതല്ല. എനിക്ക് ഭഗവാനോട് മാത്രമേ ബന്ധമുള്ളൂ. ആ ഭഗവാനിലേക്ക് എത്തുന്നത് വരെ എനിക്ക്
ജന്മചക്രങ്ങളിലൂടെ കടന്ന് പോയേ പറ്റുള്ളൂ. ഇതൊക്കെ അങ്ങോട്ട് കേട്ടില്ലേ ചിത്രകേതു? തന്റെ മകൻ മരിച്ചു പോവല്ല ചെയ്തത്. തന്റെ മകനായാലും ശരി, ഞാനായാലും ശരി, എത്തിച്ചേരേണ്ട ഒരു പൂർണ്ണതയിൽ എത്തുന്നത് വരെ പുനരഭിജനനം ഈ ചക്രത്തിലൂടെ കടന്നു പോവേണ്ടവരാണ് എന്ന ബോധം വന്നതും ഉടനെ തന്നെ നാരദരോട് പറഞ്ഞു, മകനെ തിരിച്ചു വിളിക്കേണ്ടതാണ്, എനിക്കൊരു ഉപദേശം തരണം, എനിക്കെന്റെ ജീവിതം ഒന്ന് പൂർണ്ണമാക്കണം, അതിന് വഴി കാണിക്കണം. നാരദന് ഉപദേശം കൊടുത്തു, അദ്ദേഹത്തിന് മന്ത്രദീക്ഷ കൊടുത്തു. പറഞ്ഞു, സംഘർഷണൻ അങ്ങക്ക് ഉപദേശം തരും. അങ്ങനെ തപസ്യായ ചിത്രകേതു കൈലാസത്തിലൊരിക്കൽ പോയപ്പോൾ ഒരു കാഴ്ച കണ്ടു. പാർവതീദേവിയെ മടിയിലിരുത്തിക്കൊണ്ട് സനൽകുമാരാദി മഹർഷിവര്യന്മാർക്ക് വലിയ വേദാന്ത തത്വങ്ങളൊക്കെ പരമശിവൻ പറയുന്നത് കണ്ട സമയത്ത് ശിവനെ 4 ചീത്ത വിളിച്ചു. നാണമില്ലേ പരമശിവ, ഇത്രയും മഹാന്മാരുടെ മുന്നിലിരുന്ന് ഭാര്യയെ മടിയിൽ വെച്ച്, ഭാര്യയെ മടിയിലിരുത്തിക്കൊണ്ട് കൊഞ്ചിലാളിച്ചുകൊണ്ടാണോ ഇത് പറഞ്ഞു കൊടുക്കേണ്ടത്? ഇതൊക്കെ പറഞ്ഞു പരമശിവനെ 4 ചീത്ത. ആര്? ചിത്രകേതു. ഇത് കേട്ടില്ലേ? ആ സമയത്ത് പാർവതീദേവിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. പാർവതീദേവി ചോ, നീ ആരാ? ലോകഗുരുവോ? നീ ആരാ ഇവിടെ വന്ന് ഉപദേശിക്കാൻ? പാർവതീദേവിക്ക് കലി കയറി. ആസുരീയോനിമാപ്പന്ന, പോയി അസുരയോനിയിൽ ജനിക്കട്ടെ, ശപിച്ചു കളഞ്ഞു. ഈ ചിത്രകേതു അവിടെ ചെന്ന് പാർവതീദേവിയോട് പറയാണ്, എനിക്കെന്ത് സ്വർഗം, എനിക്കെന്ത് നരകം. എനിക്ക് സ്വർഗവും നരകവും ഒക്കെ ഒരുപോലെയാണ്. ഭഗവാന്റെ നാമം സ്മരിക്കുന്ന ഒരാൾക്ക് ഒക്കെ സ്വർഗ ഒക്കെ നരക, രണ്ടും എനിക്ക് ഒരുപോലെയാണ് ദേവി. ഒരു പേടിയുമില്ലാതെ ആ ദേവിയുടെ മുന്നിൽ നിൽക്കുന്ന ചിത്രകേതുവിനെ കണ്ടപ്പോ പരമശിവനോട് പാർവതീദേവി വയ്ക്കുക, ഈ പാർട്ടി എവിടുന്നാണെന്ന്. പാർവതീദേവി പറഞ്ഞു പരമശിവൻ പറഞ്ഞു പെരുമ്പാവൂരിന്നാണെന്ന്. കാരണം ഭാഗവതമൊക്കെ കേട്ട് ആള് അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്ത് ആൾക്കിപ്പോ ഒന്നിനും ഒരു ഭയമില്ല. കാരണം അത്രയും നാമജപത്തിൽ മനസ്സുറപ്പിച്ചിരിക്കുകയാണ്. നാരായണപരോ, നാരായണപരനാണ്. എന്നെ വിപ്യതി കശ്ചിത്, ജീവിതത്തിൽ അല്പം പോലും ഭയപ്പെടില്ലേ ദേവി. ദേവി ശപിച്ചത് നാണക്കേടായിപ്പോയി. ആ മഹാനെ കയറി ശപിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ദേവി ഞെട്ടിപ്പോയി. കാരണം അത്രയും വലിയൊരു പരമഭക്തനായ ചിത്രകേതുവിനെ ഞാൻ കയറി ശപിക്കരുതായിരുന്നു എന്നുള്ളൊരു കുറ്റബോധം. ആർക്ക്? അതാണ് പെരുമ്പാവൂരുകാരെന്ന് മോശമല്ല, അത്ര ഒരു ധൈര്യമുള്ള ആളായിരുന്നു. ഒരു കാലത്ത് മകൻ മരിച്ച ആള് നെഞ്ചത്തടിച്ച് ഉരുണ്ട് കരഞ്ഞ ആളാണ്. ഇന്നിപ്പോൾ പാർവതീദേവിയുടെ മുന്നിൽ കൈകൊപ്പിക്കൊണ്ട് പറയുന്നത് സ്വർഗ നരക, എന്ത് സ്വർഗം എന്ത് നരകം, നാരായണപരനായിട്ടുള്ള എനിക്ക് നരകമായാലും സ്വർഗമായാലും ഒരുപോലെയാണ്. അങ്ങനെയുള്ള ചിത്രകേതുവാണ് പാർവതീദേവിയുടെ ശാപം കൊണ്ട് വൃത്രാസുരനായി തീർന്നത്. പക്ഷെ അസുര ശരീരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മനസ്സ് ആ ഭക്തിയിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അവിടെയും ഭക്തി വിട്ടില്ല. അപ്പൊ ശരീരമേതാവട്ടെ, പക്ഷെ മനസ്സൊരിക്കലും വിട്ടുകൊടുക്കരുത്. 2 ശരീരമുണ്ട് നമുക്ക്, ഒന്ന് സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും. മറക്കരുത്, സയൻസ് ആണ് ഈ പറയുന്നത്. എനർജി മാറ്റർ എന്ന് സയൻസ് പറയുമ്പോൾ ആ എനർജി എന്നത് സൂക്ഷ്മ ശരീരമാണ്, മാറ്റർ എന്നത് സ്ഥൂല ശരീരമാണ്. ഇപ്പൊ നമുക്കത് മനസ്സിലാവും. കറണ്ടും ലൈറ്റും, കറണ്ട് എന്നത് സൂക്ഷ്മമാണ്, ലൈറ്റ് എന്നത് സ്ഥൂലമാണ്, അല്ലേ? ഇപ്പൊ ഞാൻ എവിടെ ഇരുന്ന് സംസാരിക്കണം, എന്റെ ശബ്ദം നോക്കൂ നിങ്ങൾ, ഞാൻ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. കാരണം അത് വളരെ സൂക്ഷ്മമാണ്. പക്ഷെ അത് മൈക്കിലൂടെ വരുമ്പോൾ നിങ്ങൾക്കത് കേൾക്കാൻ സാധിക്കുന്നു, ഇല്ലേ? ഒരു ഉപാധിയിലൂടെ വരുമ്പോൾ അത് കേൾക്കാൻ പറ്റും. ഒരു സ്ഥൂല ഉപാധി, സൂക്ഷ്മ ശക്തി, ഇത് രണ്ടും ചേർന്നതാണ് ജീവിതം. സൂക്ഷ്മ മനസ്സും സ്ഥൂല, അവർക്ക് പറയൂ, ശരീരം. അപ്പൊ ആ സ്ഥൂല ശരീരം ഏതാവട്ടെ, ഏത് കുലത്തിൽ ജനിച്ചാവട്ടെ, പക്ഷെ മനസ്സ് ആർക്ക് മാത്രമേ കൊടുക്കാവൂ? മനസ്സ് ഭഗവത് സ്മരണയിൽ ഭഗവാന് മാത്രമേ കൊടുക്കൂ.
മനസ്സ് ഭഗവാന്റെയാണ്. മനസ്സ് കൊടുക്കേണ്ടതും അതാണ് പാടിയത്. കളവം തരാം മനസ്സും തരാം ഭഗവാനെ. മനസ്സും തരാം, കളവവും തരാം. ആർക്ക് കൊടുക്കണം? ഭഗവാന് കൊടുക്കണം. പക്ഷെ നമ്മള് ഒരു സാധനം മാത്രം ആർക്ക് കൊടുക്കില്ല. നിങ്ങളൊക്കെ അമ്പലത്തിൽ പോവും. അമ്പലത്തിൽ പോകുമ്പോ ശരീരം അമ്പലത്തിലായി, ഭഗവാന് കൊടുത്തു. പക്ഷെ ഏത് കൊടുക്കില്ല? അമ്പലത്തിൽ പോയിട്ട് മനസ്സ് ഭഗവാന് വിട്ടു കൊടുക്കുവോ? എന്താ ഒന്നും മിണ്ടാത്തത്? മനസ്സ് ഭഗവാന് കൊടുക്കാറുണ്ടോ? എനിക്ക് കാത് കേൾക്കാതെയോ? ഉണ്ടെന്നാണോ ഇല്ലയെന്നാണോ? ഭഗവാന് മനസ്സ് കൊടുക്കാറുണ്ടോ? എത്ര പേര് കൊടുത്തിട്ടുണ്ട്? അല്ല, കുറെ പേര് കൊടുത്തിട്ടുണ്ടാവായിരിക്കാം. ഭഗവാന് മനസ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നാമജപത്തിൽ നിങ്ങൾ അമ്പലത്തിൽ പോയാലും എവിടെയായാലും മനസ്സറിയാതെ എന്ത് ജപിക്കും? നാമം ജപിക്കുക. അതാണ് ഭഗവാന് വിട്ടുകൊടുത്ത മനസ്സിന്റെ പ്രത്യേകത. കാരണം ഭഗവാൻ നമുക്ക് വാങ്മയീ രൂപമാണ്. ഭഗവാന് പല രൂപങ്ങളുണ്ട്. ഭഗവാന്റെ യഥാർത്ഥ രൂപം നിത്യം ശുദ്ധം അങ്ങനെയുള്ള ബ്രഹ്മരൂപമാണ്, സാന്ദ്രാനന്ദ രൂപമാണ്. ആ രൂപത്തെ നമുക്ക് കണ്ണുകൊണ്ട് ഒരിക്കലും കാണാൻ പറ്റില്ല. നമുക്ക് കാണാൻ സാധിക്കുന്നതിന്റെ പേരാണ്, നമ്മൾ കാണുന്ന പ്രത്യക്ഷമായിട്ടുള്ള രൂപം, അതിനെ വിളിക്കുന്ന പേരാണ് വിഗ്രഹം, ബിംബം എന്നൊക്കെ. അതൊരു വിഗ്രഹമാണ്. എന്നാൽ ഭഗവാനെ നമ്മൾ കൊണ്ട് നടക്കേണ്ടത് ഏത് രൂപത്തിലാണ്? വാങ്മയീ രൂപം, മന്ത്രരൂപത്തിൽ കൊണ്ട് നടക്കണം. ഏത് രൂപത്തിൽ? വാങ്മയീ രൂപം, മന്ത്രരൂപത്തിൽ ഭഗവാനെ കൊണ്ട് നടക്കണം. അപ്പം നാമം ചൊല്ലുമ്പോൾ നാമം ഭഗവാന്റെ ഒരു രൂപമാണ്. അങ്ങനെ നാമരൂപത്തിൽ മനസ്സ് ലയിച്ചു ചേർന്നാൽ ആ മനസ്സ് യഥാർത്ഥമായ ബ്രഹ്മരൂപത്തിലേക്ക് എത്തും. നാമത്തിൽ നിന്നും ബ്രഹ്മത്തിലേക്ക് എത്തിക്കാൻ നമ്മളെ സഹായിക്കും. മനസ്സിലായില്ല? അപ്പൊ അത്രയും ഭഗവാനോടൊരു പ്രിയം വേണം മനസ്സിൽ. ഏതായാലും ഇപ്രകാരം ആ ചിത്രകേതു മനസ്സ് ഭഗവാനിൽ സമർപ്പിച്ച് ജീവിച്ച മഹാൻ വൃത്രാസുരനായിട്ടും ആ മനസ്സൊരിക്കലും നഷ്ടപ്പെട്ടു പോയില്ല.